DCC ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കാൻ CPIM. നാളെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കും. 16-ന് DYFI രാപ്പകൽ സമരവും സംഘടിപ്പിക്കും. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ഗുഡ് മോർണിംഗ്. വലിയ രീതിയിൽ പ്രതിഷേധം കനക്കുകയാണ്. എല്ലാ രീതിയിലും കോൺഗ്രസ് സമ്മർദ്ദത്തിലാകുന്ന ഒരു കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറുപടി ഇപ്പോഴും വ്യക്തമായി പറയാൻ അവർ തയ്യാറാകുന്നുമില്ല. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏതെല്ലാം രീതിയിലാണ് അന്വേഷണം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കുക, പ്രതിചേർക്കപ്പെട്ട മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശക്തമായൊരു സമരം വയനാട്ടിൽ ഉയർന്നു വരുന്നത്. CPM നേരത്തെ തന്നെ പ്രതിഷേധങ്ങളിലാണ്. ഏതായാലും ആവേശത്തിലുള്ള പ്രതിഷേധങ്ങൾ കടുപ്പിക്കുകയാണ് CPM. തിങ്കളാഴ്ച ബത്തേരിയിൽ പ്രതിഷേധ സദസ്സ് നടത്തും. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിലാണ് രാവിലെ മുതൽ പ്രതിഷേധ സദസ്സ് നടക്കുക. സദസ്സ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. CPM നേതൃത്വത്തിൽ ലോക്കൽ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഈ വിധത്തിൽ പ്രതിഷേധങ്ങൾ നേരത്തെ നടന്നിരുന്നു. അതിപ്പോഴും തുടരുകയാണ്. തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഈ 28-ന് CPM നേതൃത്വത്തിൽ ബത്തേരി നഗരത്തിൽ മനുഷ്യ ചങ്ങല തീർത്തുകൊണ്ടുള്ള പ്രതിഷേധം ഉൾപ്പെടെ നടക്കാനിരിക്കുകയാണ്. ഇതിനിടെയാണ് 13-ന് ഈ പ്രതിഷേധ സദസ്സ് സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തി നടക്കുന്നത്. സംഭവത്തിൽ പ്രതികളായ MLA ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി ആവശ്യപ്പെടുകയാണ് പൊതുവിൽ വയനാട്ടിൽ ഉയർന്നു വരുന്ന പ്രതിഷേധങ്ങൾ. DYFIയും ജനാധിപത്യ മഹിളാ അസോസിയേഷനും എല്ലാം ഈ വിധത്തിൽ പ്രതിഷേധത്തിലാണ്. ബത്തേരിയിൽ DYFI നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം റോഡ് ഉപയോഗിച്ചെല്ലാം പ്രതിഷേധം നടന്നിരുന്നു. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയാണ് ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ട റോഡ് ഉപരോധം പോലീസ് അവസാനിപ്പിച്ചത്. അല്ലെങ്കിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട സാഹചര്യമുണ്ടായി. ശക്തമായ പ്രതിഷേധമാണ് DYFIയുടെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നു വന്നത്. ഏതായാലും 16, 17 തീയതികളിൽ ബത്തേരി സ്വതന്ത്ര മൈതാനിയിൽ DYFIയും സമരം സംഘടിപ്പിക്കുകയാണ്. രാപ്പകൽ സമരമാണ് DYFIയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. സംസ്ഥാന സെക്രട്ടറി VK സനോജ് സമരം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഏതായാലും ആ വിധത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. 15-നാണ് ഇനി ഈ കേസുമായി, ആത്മഹത്യാ പ്രേരണ കേസുമായി ബന്ധപ്പെട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഒരു തീരുമാനം പറയുക. വിശദമായ വാദം കേട്ടതിനു ശേഷമായിരിക്കും തീരുമാനം. 15-ന് കേസ് ഡയറി ഹാജരാക്കാൻ പോലീസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അത് മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ഇനി വരാനിരിക്കുന്നത്. അത് വളരെ നിർണായകമാണ് കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം. ഈ 2 നേതാക്കളും ഇപ്പോൾ നിലവിൽ വയനാട്ടിലില്ല. ND അപ്പച്ചൻ DCC പ്രസിഡന്റാണ്. വയനാട്ടിലെ പ്രധാനപ്പെട്ട നേതാവായ KK ഗോപിനാഥനും കേസിൽ പ്രതിയാണ്. IC ബാലകൃഷ്ണനും MLA ആണ്. ഇവരൊന്നും തന്നെ ഈ വയനാട്ടിലില്ലാത്തത് വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിട്ടിരിക്കുന്നു. DCC യോഗം ചേർന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യണമെന്ന DCC സെക്രട്ടറിമാരുടെ ആവശ്യം പോലും പരിഗണിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ട്. അതെല്ലാം വലിയ ഭിന്നതയും കോൺഗ്രസിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അടുത്ത ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് എത്തി ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആ വിധത്തിലുള്ള പ്രശ്നപരിഹാര സാധ്യതകൾ കൂടി ഈ വിഷയത്തിൽ കോൺഗ്രസ് തേടുകയാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ മാറ്റി നിർത്തി പകരം ഒരു താൽക്കാലിക ചുമതല മറ്റൊരാൾക്ക് നൽകാനുള്ള തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് സജീവ ചർച്ചയിൽ നടക്കുന്നുണ്ട്. സണ്ണി ജോസഫ് MLA ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ഒരാളെ ഈ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായി കൊണ്ടുവന്ന് ചുമതല നൽകി പ്രശ്നപരിഹാരത്തിന് അല്ലെങ്കിൽ സംഘടനാ സംവിധാനം സജ്ജമാക്കാനുള്ള പ്രവർത്തനം നടത്തണമെന്നുള്ള തീരുമാനമെല്ലാം ഏതായാലും നടക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം എന്ന രീതിയിൽ ആ നിലയ്ക്കുള്ള ഗൗരവം കൂടി ഇതിനുണ്ട്. വലിയ പ്രതിഷേധങ്ങളും ഈ മരണവും എല്ലാം നടന്നിട്ടും പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ പ്രതികരിക്കാത്തതെല്ലാം കോൺഗ്രസിൽ തന്നെ വലിയ ഭിന്നതയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്, പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കോൺഗ്രസിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പല നേതാക്കളും രഹസ്യമായി മറ്റും നേതാക്കളെ സമീപിച്ചിട്ടുണ്ട്. നേതൃമാറ്റമാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏതായാലും പുനഃസംഘടനയ്ക്ക് മുമ്പ് ഈ വിധത്തിലൊരു താൽക്കാലിക ചുമതല മറ്റാർക്കെങ്കിലും നൽകി ഈ വിധത്തിലുണ്ടായിട്ടുള്ള പ്രതിസന്ധികളെ പ്രതിരോധിക്കണമെന്നൊരു ആവശ്യമാണ് ഏതായാലും വയനാട്ടിൽ നിന്നുള്ളത്. ജില്ലയിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ പരിഗണിക്കണമെന്നൊരു ആവശ്യം ഈ വിധത്തിൽ ഉയർന്നിരുന്നുവെങ്കിലും അത് ചില ഭിന്നതകളെ തുടർന്ന് അവസാനിപ്പിക്കേണ്ടി വന്നു. KL പൗലോസിനെ DCC പ്രസിഡന്റ് ആക്കണമെന്ന നിർദ്ദേശമായിരുന്നു അതിൽ പ്രധാനം. എന്നാൽ
ഈ ആത്മഹത്യാക്കുറിപ്പിൽ എൻ.എം. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ കെ.എൽ. പോപ്പസിനെ കുറിച്ചും പരാമർശമുണ്ട്. ആ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അദ്ദേഹത്തെ പരിഗണിക്കേണ്ടെന്ന തീരുമാനം ഏതായാലും കോൺഗ്രസിനുണ്ട്. അടുത്ത ദിവസം വി.ഡി. സതീശൻ ജില്ലയിലെത്തി ഇക്കാര്യങ്ങളിൽ യോഗം വിളിച്ച് ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ ഏതായാലും കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഏതായാലും കോൺഗ്രസിനെ ആകെ ഉലയ്ക്കുകയാണ് എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾ. കൂടുതൽ വെളിപ്പെടുത്തലുകൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്നു, കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. ആ വിധത്തിൽ പോലീസിൽ കൂടുതൽ പരാതികൾ ലഭിക്കുന്നു. ഇന്നും പോലീസിൽ ചില പരാതികൾ എത്താൻ ഇടയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും അത് സംബന്ധിച്ച് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ, അഴിമതികൾ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ കൂടി ഇന്നുണ്ടായേക്കുമെന്നുള്ള ചില സൂചനകളുണ്ട്. ഏതായാലും ആ വിധത്തിൽ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും മറ്റും പുരോഗമിക്കുകയാണ്. വിജിലൻസ് അന്വേഷണവും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുപ്പുകൾ പൂർത്തിയാക്കി അടുത്ത ദിവസം റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് സമർപ്പിക്കും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലുകളും തെളിവ് ശേഖരണവും എല്ലാം വിജിലൻസ് ഏതാണ്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു പ്രാഥമിക അന്വേഷണമാണ് വിജിലൻസ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. ഇനി വിശദാന്വേഷണത്തിന് ഈ റിപ്പോർട്ടിൽ മേലായിരിക്കും ഒരു തീരുമാനം വിജിലൻസ് ഡയറക്ടറേറ്റിൽ നിന്നുണ്ടാവുക. ഏതായാലും ആ വിധത്തിൽ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുന്നു, പോലീസ് അന്വേഷണവും പുരോഗമിക്കുന്നു. പോലീസ് നടപടികൾ ഇനി 15-ന് കൽപ്പറ്റ കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിലുള്ള തീരുമാനം അനുസൃതമായിരിക്കും. അറസ്റ്റാണ് കോടതി തടഞ്ഞിരിക്കുന്നത്. എന്നാൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളെല്ലാം പോലീസിൽ നടത്താം. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് നേതാക്കൾ മാറി നിൽക്കുകയാണ്. ശരി അനൂപ്, എന്തായാലും DCC ട്രഷറർ എൻ.എം. വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കേസിൽ ഒന്നാം പ്രതിയായ IC ബാലകൃഷ്ണന്റെ രാജി ആവശ്യപ്പെട്ടുള്ള സമരം ശക്തമാവുകയാണ്. CPIM വലിയ രീതിയിൽ പ്രതിഷേധം കടുപ്പിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നാളെ MV ഗോവിന്ദൻ മാസ്റ്റർ പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരിയിൽ നടക്കാൻ പോവുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ബാബു TS പറയുന്നത്, വയനാട്ടിൽ BJP-യിലെ IC ബാലകൃഷ്ണനെതിരെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ, കൂട്ടുകച്ചവടത്തിൽ അവർക്കും പങ്കുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. നമുക്കറിയാം, ഈ കേസ് ഉയർന്നു വന്നപ്പോൾ, ഈ സംഭവം ഉയർന്നു വന്നപ്പോൾ ആദ്യം മുഖ്യധാര മാധ്യമങ്ങൾ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പാർട്ടികൾ എന്ന് പറയുന്നവർ, പ്രതിപക്ഷം, അവർ ഒന്നും മിണ്ടാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശക്തമായ രീതിയിൽ ഇതിനെതിരെ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് CPIM-ന്റെ പ്രതിഷേധം കടുത്തതോടെയാണ്. മാത്രമല്ല, കൈരളി ന്യൂസ് പ്രത്യേകിച്ച് അനൂപിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ ഇതിന് ഫോളോ അപ്പ് ചെയ്യുകയും പ്രധാനപ്പെട്ട കത്തുൾപ്പെടെയുള്ള തെളിവുകൾ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പിന്നീട് സജീവമായി ഈ വാർത്ത പത്രങ്ങളിലും വലതുപക്ഷ മാധ്യമങ്ങളിലും ഒക്കെ വരാൻ തുടങ്ങിയത്.